നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ. ലൈവ് അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റുമോ അറിയില്ല. ലൈവിൽ കണ്ടിട്ടുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി. ഇമ്പോർട്ടൻ്റ്, ഞാൻ എല്ലാ കാര്യത്തിലും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് പറയാൻ കാരണം അറിയോ? നമ്മുടെ ഷാനവാസാണ് വിഷയം. നമുക്കൊന്നിപ്പോൾ കുറച്ച് മുന്നേ ലൈവിൽ ഷാനവാസിൻ്റെ ഒരു കളി അവിടെ എക്സ്പോസ്ഡായി. ഷാനവാസിൻ്റെ ഗെയിം. ഞാൻ അങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്നറിയോ? അതിനുള്ളിലുള്ള ആൾക്കാരൊന്നും മനുഷ്യന്മാരല്ല. അതുകൊണ്ട് മനുഷ്യത്വവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു ഗെയിം ഷോ ആണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിം ഷോ ആണ്. അത് ഗെയിം കളിക്കാനും ആ ഒരു കളി ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയിരുന്ന് കളിക്കുന്നത് എന്നുള്ളതും അതിനവർ എന്ത് സ്ട്രാറ്റജി വേണമെങ്കിൽ എടുക്കും. ആ സ്ട്രാറ്റജിയിൽ മനുഷ്യത്വം മൈറ്റ് ബി സീറോ. പല സിറ്റുവേഷൻസിലും മനുഷ്യന്മാരെ പോലെ കൂടെ ആൾക്കാർ ചിന്തിച്ചോളുന്നില്ല. കൂടുള്ള ഒരു മനുഷ്യനാണ്, സഹോദരനാണ്, എന്താണെന്നുള്ളതൊന്നും ചിന്തിച്ചോളുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ആ ഒരു സംഗതി എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് പറയാൻ കാരണം അറിയോ? ഈ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്ക് ഉണ്ടായിരുന്നല്ലോ കുറച്ച് ദിവസം മുന്നേ. 4 പേര് അതിനുള്ള പുറത്താക്കി. ഇന്നിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ 2-3 വീഡിയോസൊക്കെ ചെയ്തു അല്ലേ. ആ പുകഞ്ഞ കൊള്ളി ടീമിൽ നിന്ന് പുകയാത്ത കൊള്ളിയായിട്ട് ഒന്നും പറ്റാത്ത കൊള്ളി എന്നുള്ള കണ്ടീഷനിൽ ഷാനവാസ് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വിഷയം ഒരുവിധം എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നുണ്ട്. അറിയാത്തവർക്ക് പറയാം. അങ്ങനെ ഷാനവാസ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഷാനവാസ് ഇതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ഷാനവാസ് അതിൻ്റെ ഉള്ളിൽ നടത്തിയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഷാനവാസ് എന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള ഗെയിമറുടെ, എനിക്ക് പറയാം, ഒരു വൃത്തികെട്ട ഗെയിം. ഞാനത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, നിങ്ങൾക്ക് ചിലപ്പോൾ യോജിപ്പുണ്ടാവാം, ഇല്ലാതിരിക്കാം. ഇറ്റ്സ് ഓൾ അപ് ടു യു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഈ വിഷയത്തിൽ ഈ പുകഞ്ഞ കൊള്ളി ടാസ്ക് സംഗതി വന്ന സമയത്ത് ഷാനവാസ് ഈ ബാക്കിയുള്ള 3 പെണ്ണുങ്ങളുണ്ടല്ലോ, ബാക്കി ജിസിൽ, ശൈത്യ, പിന്നെ മറ്റേ മൂന്നാമത്തെ RJ വിൻസി, ഈ 3 പേരെയും കൂടി വെച്ചിട്ട് ഷാനവാസ് ഒരു ചെറിയൊരു ചർച്ച നടത്തി. ഒരു ചെറിയൊരു ബ്രെയിൻ വാഷിംഗ് സെറിമണി നടത്തി. ഞാൻ അങ്ങനെ തന്നെ പറയും. മനസ്സിലായോ? ഒരു ബ്രെയിൻ വാഷിംഗ് സെറിമണി അവിടെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് വളരെ ഇപ്പം എനിക്ക് ഒന്നും കൂടി ഞാനിതിൽ പറയാൻ കാരണം എന്താ അറിയോ? എനിക്ക് തോന്നുന്നു ഷാനവാസ് നടത്തിയിട്ടുള്ള ചർച്ചയെ ഈ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്നറിയോ? ഷാനവാസ് ഫസ്റ്റ് ഈ പുറത്ത് പുകഞ്ഞ കൊള്ളി പുറത്ത് നിന്നുള്ള സിറ്റുവേഷനിൽ ബാക്കിയുള്ള പെണ്ണുങ്ങളോട് ഷാനവാസ് പറഞ്ഞൊരു വർത്താനുണ്ട്. ഷാനവാസ് എന്താ പറഞ്ഞു വെച്ചാൽ, അതായത് നോക്കൂ, നമുക്ക് ആദ്യത്തെ ആഴ്ചയാണ്, ആരും എലിമിനേറ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ 4 പേരും കൂടി നിൽക്കണം. ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, ഇപ്പം തന്നെ ഇങ്ങനെ ഒരു എലിമിനേഷൻ സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ വയ്യ. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ പരസ്പരം ചെയ്യാതെ നമ്മളൊരു ഇതായി നിൽക്കണം എന്നുള്ള ഒരു ഇക്ക പരിവേഷത്തിൽ ബാക്കിയുള്ള 3 മണ്ടികളെ വളരെ നൈസായിട്ട് ഷാനവാസ് അവിടെ പറ്റിക്കുന്നൊരു സിറ്റുവേഷൻ. ഞാൻ അപ്പം തന്നെ എൻ്റെ വീഡിയോയിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. എൻ്റെ ഒരു സംശയമാണ്, ഷാനവാസിൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ഷാനവാസിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് ഷാനവാസിന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. മെഡിസിൻസ് എടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഏജും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഷാനവാസിൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മൂപ്പർക്ക് ഉറക്കം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉറക്കം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഷാനവാസ് എടുത്തിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി എന്നുള്ളത് എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നോട് ഒരുപാട് പേര് അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ? ഇവന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇവനെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഉറക്കം വെച്ചിട്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അവർ എതിർക്കാനും കഴിയും. ഉറക്കം വെച്ചിരിക്കാനും ഉറങ്ങിക്കഴിഞ്ഞാൽ യാതൊരു ഇതുമില്ല എന്നുള്ളത് നമ്മൾ 2 ദിവസം ടാസ്ക് രാത്രി ലൈവൊക്കെ കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ലൈവ് കണ്ടവർക്ക് കേട്ടോ, എപ്പിസോഡ് കണ്ടവർക്കല്ല, ലൈവ് കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഞാൻ ഒരുപാട് നേരം ഉറക്കം വെച്ച് കണ്ടതാണ്. കണ്ടവർക്കറിയാം. കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയിട്ട് ഇപ്പോൾ ആന കുത്തിയാൽ പോലും നീക്കാത്ത, നമ്മളങ്ങനത്തെ ഒരുപാട് പേരെ കണ്ടിട്ടില്ല. അങ്ങനെ പറയില്ല, ആന കുത്തിയാൽ പോലും നീക്കാത്ത സിറ്റുവേഷനിലാണ് ഷാനവാസ് അതിനുള്ളിൽ കിടന്നുറങ്ങിയിട്ടുള്ളത്. ആണല്ലോ അല്ലേ? ആദ്യ ദിവസം അങ്ങനെ കിടന്നുറങ്ങല്ല, ഷാനവാസിനെ ശരിക്കും കിടത്തി ഉറക്കി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വൃത്തികെട്ട ഗെയിം പ്ലാൻ എന്ന് പറയാൻ കാരണം. എന്താ റീസൺ എന്നറിയോ? മറ്റ് 3 സ്ത്രീകളെ ഇവൻ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഈ കോലത്തിലാക്കി. എന്നിട്ട് മര്യാദകേനുള്ളൊന്ന് പോരുകയാണെങ്കിൽ തിരക്കടില്ല. അങ്ങനെ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഇതാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവനോട് ഇതാക്കി. ആ ജിസിലൊക്കെ ആരോഗ്യം പോലും കളഞ്ഞ് സ്വന്തം ഉറക്കം കളഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടി നടന്നിരുന്നത്. മരമണ്ടി പൊട്ടന്ന ലോക പൊട്ടൻ എന്ന് പറഞ്ഞാൽ പൊട്ടീന്ന് ലോക പൊട്ടി, ഇത്ര മാത്രമേ പറയാനുള്ളൂ. എന്നിട്ട് ഇന്നിപ്പോൾ ഷാനവാസ് ഈ ഹൗസിൻ്റെ ഉള്ളിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വന്നിട്ട് അഫാനി ആൻഡ് ടീമുണ്ടല്ലോ, അവിടുത്തെ മറ്റേ കുടുംബശ്രീ ടീംസ്, അഫാനിയും മറ്റേ ടീമിനോട്
ഇവൻ വന്ന് പറഞ്ഞിട്ട് തള്ളിയതാണോ എന്നറിയില്ല, ഇവൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ ഒരു വീമ്പിനിട്ടതാണെന്ന് അറിയില്ല, ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങിയ പോലെ അഭിനയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അത് മറ്റുള്ള പുകഞ്ഞ പുള്ളികളുടെ ഇടയിൽ, ആ 3 സ്ത്രീകളുടെ ഇടയിൽ ഭയങ്കര മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ട് മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മനോവിഷമം ഉണ്ടാക്കിയിട്ട് RJ ബിൻസി അത്രയധികം ചൂടായി ഭയങ്കര രീതിയിൽ സംസാരിച്ചു. ഷാനവാസ് തിരിച്ചും കുറച്ചൊക്കെ പൊട്ടിത്തെറിച്ചു. താൻ എന്ന് പറയാൻ പാടില്ല, ഷാനവാസിന് താൻ എന്ന് പറയാൻ പാടില്ല, എടോ എന്ന് പറയാൻ പാടില്ല, തിരിച്ചു പറഞ്ഞാൽ അവൻ പൊടി എന്ന് വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് സാധനങ്ങളൊക്കെ ഉണ്ടായി. നോ പ്രോബ്ലം. അങ്ങനെ തന്നെയാണ് ബിഗ് ബോസ് ഹൗസ് വേണ്ടത്. ഗെയിം ഷോ തന്നെയാണ്, അല്ലാണ്ട് നന്മമരം കളിച്ചു നടക്കാനുള്ളതല്ല. പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഷാനവാസിൻ്റെ അവിടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായി. ഷാനവാസ് വളരെ ബുദ്ധിശാലിയാണ് കേട്ടോ, വളരെ ബുദ്ധിശാലിയാണ് ഷാനവാസ്. ഈ മറ്റേ വളരെ നൈസായിട്ട് കയ്യിൽ നിന്ന് വഴുതി പോണ ഒരു മീനുണ്ടല്ലോ, അതേമാതിരി ഷാനവാസ് വഴുതി പോവുകയും ചെയ്യും. ഷാനവാസ് ഈ വിഷയത്തിലും തൽക്കാലം വഴുതി പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ 3 സ്ത്രീകൾ അവരുടെ കഴിവുകേടെന്നേ പറയുള്ളൂ. ഞാൻ ഷാനവാസിനെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അത് അയാളുടെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണ്. ഇത് മനസ്സിലാക്കാനുള്ള ആൾതാമസം ബാക്കിയുള്ളവർക്ക് വേണമായിരുന്നു. ഇപ്പം എന്തുണ്ടായി അറിയോ? 3 ദിവസം 2 ദിവസം 3 ദിവസം ഉറക്കമൊഴിച്ചിട്ട് ഷാനവാസിനെ ആരോഗ്യവും കളഞ്ഞ് ഉറക്കമൊഴിച്ചിട്ട് ഷാനവാസ് കിടന്നുറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കി. അതിൽ ചെറിയൊരു വിഷമം എന്താണെന്നറിയോ? ജിസിൽ തലേദിവസം എങ്ങനെയാണ് നടന്നിരുന്നത് നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും. കാരണം ജിസിൽ അത്രയും ഒരു ബ്രദറിനെ പോലെ നല്ലൊരു രീതിയിൽ, നല്ലൊരു ഫ്രണ്ട് ആസ് എ ബ്രദർ, അയാളുടെ ആരോഗ്യം കണക്കിലെടുത്തിട്ട് ഷാനവാസിനെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ട് നടന്നു. ഒരു ദിവസം രാത്രി ടേക്ക് കെയർ ചെയ്ത് സ്ഥലത്ത് ഇവൻ തട്ടിയിട്ട് മുട്ടിയിട്ടും വിളിക്കുന്നില്ല, വെള്ളം ഒഴിച്ച് തളിച്ചാൽ പോലും നീക്കാത്ത, അങ്ങനത്തെ ഉറങ്ങണേ കയ്യ ഇവനെ തട്ടിയിട്ട് മുട്ടിയിട്ടും വിളിക്കാതെ വിളിച്ചിട്ടും നീക്കാത്ത കാര്യം കൊണ്ട് അത് പേടിച്ചു. എനിക്ക് തോന്നിപ്പോയി ഇയാൾ ബേഹോഷ്, ഹിന്ദിയിൽ പറഞ്ഞ ബേഹോഷ്, അതായത് ബോധം പോയി എന്ന് വരെ തോന്നിപ്പോയി എനിക്ക്. അതാണ് ജിസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും ബോധം കളഞ്ഞ പോലെ നോക്കിയിട്ടുള്ള ആൾക്കാരെ വളരെ നൈസായിട്ട് ഷാനവാസിൻ്റെ ഗെയിം പ്ലാൻ ആയിരുന്നു അത്. അവന് വളരെ ക്ലിയർ ആയിട്ട്, ഇത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ്. എൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം, നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഇത് ഷാനവാസിൻ്റെ ഒരു ഗെയിം പ്ലേ ആവാനാണ് ചാൻസ് ഉള്ളത്. കാരണം വെച്ചാൽ അവനവൻ്റെ സ്വയം ആരോഗ്യസ്ഥിതി അവന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഷാനവാസ് നൈസായിട്ടൊരു കളി കളിച്ചു, ബാക്കിയുള്ളവരെ മൂഞ്ചിച്ചു എന്നുള്ള കാര്യം പറയാം. അവർ മൂഞ്ചി ആയി 3G ആയി എന്നുള്ള കാര്യം അവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പുറത്ത് അപ്പാനിയും ടീമും പിന്നെ അക്ബറും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ ഒരു സാധനം പൊളിച്ചു എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട്. അവിടെ ഭയങ്കര രീതിയിലുള്ള ഡിസ്കഷൻ ഇപ്പോൾ കുറച്ച് മുന്നേ വരെ ആ ഒരു ബിഗ് ബോസ് വീടിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര പേര് ഇത് കണ്ടു എന്നറിയില്ല. ഷാനവാസ് നല്ല ഗെയിമറാണ്, അടിപൊളി ഗെയിമർ തന്നെയാണ്. പക്ഷേ ഞാനെപ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ വേർഷൻ ഇത്രയേ ഉള്ളൂ, വൃത്തികെട്ട ഗെയിം എന്ന് ഞാൻ പറയുള്ളൂ. ഐ എം റിയലി സോറി ഫോർ ദിസ്. ബിഗ് ബോസ് തന്നെയാണ്, വൃത്തികെട്ട കളികളും കളിക്കാനുള്ള സ്ഥലം തന്നെയാണ്. എന്ന് വെച്ചാൽ പറയാൻ കാരണം എന്താ അറിയോ, നമ്മൾ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയിട്ടൊരു വ്യക്തി, ഷാനവാസിന് ഇതിലും പറയാൻ ന്യായങ്ങളുണ്ടാവും കേട്ടോ. പ്രാവശ്യം നമ്മൾ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയിട്ട് ഒരാൾ, നമ്മൾ ആരോഗ്യത്തിൽ ഇയാൾക്ക് ശരിയാണ്, ഇയാൾക്ക് ആരോഗ്യമില്ല, ഞാൻ അയാളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്ന സമയത്ത് ആ മെൻറ്റാലിറ്റിയെ മുതലെടുക്കുന്ന ഒരു സാധനവും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. പക്ഷെ അത് ഗെയിം ഷോൻ്റെ ഭാഗമായതുകൊണ്ട് ഒരിക്കലും ഷാനവാസ് ചെയ്തത് തെറ്റാന്ന് പറയില്ല. ബിക്കോസ് ഇതെല്ലാം ഗെയിം ഷോ ആണ്, ഒന്നും വിഷയമുണ്ട്. അവർ തമ്മിൽ ചെയ്തതൊന്നും പ്രശ്നമില്ല. പുറത്തുനിന്ന് നമ്മളൊക്കെ പറഞ്ഞത് തന്നെയാവും എപ്പോഴും വിഷയം ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ പഴയ സീസണുകളിലൊക്കെ കണ്ടാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തത് ഗെയിമിൻ്റെ ഭാഗമായി ഞങ്ങൾ ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഏട്ടൻ അനിയത്തി പെങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പോയി കിട്ടും, ചങ്ക് ടിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കിട്ടും. പക്ഷേ പുറത്തുള്ള ആൾക്കാരെ വേറെ രീതിയിലാവും കാണാം. അപ്പോൾ നമ്മൾ വളരെ മോശം പറഞ്ഞു, കാശിന് വേണ്ടി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ ആവും. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയാണ്, ഈ ചാനലും ഇങ്ങനെ തന്നെയാണ്. എനിക്ക് വേണമെങ്കിൽ ഷാനവാസിനെ ഇത് മാനിപ്പുലേറ്റ് ചെയ്ത രീതിയിൽ സംസാരിക്കാമായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനത്തെ ഒരു ഇത് ശീലിച്ചിട്ടില്ല. ആസ് ഐ പ്രോമിസ് ടു യു ഗൈസ്, നിങ്ങൾ എന്നെ കാണുന്ന ആൾക്കാരോട് പ്രോമിസ് ചെയ്ത പോലെ കണ്ട പോലെ തന്നെ പറയാനുള്ള പരിപാടിയുള്ളൂ. അതിൽ ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകാനും ഏത് എക്സ്റ്റെൻറ്റ് വരെ ഇതാക്കാനും, ഈ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ക്ഷമാപണം നടത്താനും എല്ലാത്തിനുള്ള മനസ്സോടു കൂടിയാണ് ഇപ്രാവശ്യം നമ്മൾ റിവ്യൂവിന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു സംഗതി എൻ്റെ ഉള്ളിൽ ഉണ്ടായപ്പോൾ പേഴ്സണലി എനിക്കത് അത്ര ഡൈജസ്റ്റ് ആയില്ല. ഓക്കെ, ശരിയാണ്, ഗെയിമാണ്, കളിക്കട്ടെ, ഇങ്ങനത്തെ ഗെയിമും കളിക്കട്ടെ, ലെറ്റ് ദം ഗെറ്റ് എക്സ്പോസ്ഡ്. ഞാൻ അത്ര പറഞ്ഞുള്ളൂ, അവർ എക്സ്പോസ്ഡ് ആവട്ടെ. അവരുടെ ഫേക്ക് നേച്ചർ, അവരുടെ ഇതുപോലത്തെ മനുഷ്യത്വരഹിതമായിട്ടുള്ള കളികൾ അവർ കളിക്കുന്ന സംഭവം കൂടി ഒരു പുറത്തേക്ക് വരട്ടെ. എന്നിട്ട് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ഇതുപോലത്തെ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ എന്നുള്ളത്. മനസ്സിലായോ? ഞാൻ ആ ഒരു പക്ഷക്കാരനാണ്, അല്ലാണ്ട് അതിനുള്ളിൽ പോയിട്ട് ഇങ്ങനെ കളിച്ചിട്ട് തിരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഷാനവാസ് രക്ഷപ്പെടും. ഷാനവാസ് നല്ല കിഡിലം ഗെയിമറാണ്. ഷാനവാസിന് സപ്പോർട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഷാനവാസിനെ എതിർത്തു എന്ന് വിചാരിച്ചാൽ ദയവ് നിങ്ങൾ ഇറങ്ങിപ്പോണ്ട. പോയാലും എനിക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇറങ്ങി പോകാനും ദേഷ്യം പറയാനൊക്കെ തോന്നും. പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം. അതല്ല, ഞാൻ ഒരു ഇതിൽ ഷാനവാസിനെയോ അക്ബറിനെ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചിട്ട് ആരും എന്നെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ട. നോ PR കണക്ഷൻസും ഇല്ല, യാതൊരു വസ്തുവില്ല. നമ്മൾ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ
ഇപ്പോൾ തെറ്റ് കണ്ടാൽ അതിനെ വിമർശിക്കും, നല്ലതാണെങ്കിൽ നല്ലത് പറയും, മോശമാണെങ്കിൽ മോശം പറയും. ഡെഫിനറ്റ്ലി ഇതെല്ലാം പറഞ്ഞിരിക്കും. അത് ആ ഒരു രീതിയിലാണ് നമ്മൾ ഇപ്രാവശ്യത്തെ റിവ്യൂ കൊണ്ടുപോകാൻ നോക്കുന്നത്. പിന്നെ രണ്ടാമത്തെ 2-3 കാര്യം കൂടി വളരെ ക്വിക്കായിട്ട് പറയട്ടെ. ടോട്ടൽ 3 ചാനലായിരുന്നു നമുക്ക് ഈ ഒരു വീഡിയോ, ഈ ഒരു ബിഗ് ബോസിൻ്റെ ഈ ഒരു അംഗത്തിന് ഞാൻ റെഡിയാക്കിയിരുന്ന എൻ്റെ വെപ്പൺസ് പറഞ്ഞാൽ ടെക്നിക്കൽ ഇഷ്യൂസ് 2-3 ചാനൽസിനുള്ളത് കൊണ്ട് ഞങ്ങളിപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-ൽ കൂടുതൽ 3-ൽ കൂടുതൽ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ അതിന് എനിക്കുള്ള സജഷൻസ് കിട്ടുന്നില്ല, പ്രോപ്പർ വ്യൂസ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതെന്നുള്ള പോലെ ഞാൻ അടുത്ത ഒരു 3ാമത്തെ ഒരു ചാനലും കൂടെ ഉണ്ട്, ഗോപ്രോ മച്ചാൻ 2.0 എന്നുള്ളൊരു ചാനലുണ്ട്. നമ്മൾ ആദ്യത്തെ ലൈഫ് ഓഫ് ഇത് എന്ന ചാനലിൻ്റെ ഒക്കെ മാറ്റി മറിച്ചിട്ട് അങ്ങനെ ചെറിയ പരിപാടിയും കൂടി വരുന്നുണ്ട്. അതും കൂടി ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് അതിലും കൂടി വീഡിയോ വരും. നമ്മൾ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു എന്നെക്കൊണ്ട് ചെയ്യാവുന്ന അപ്ഡേറ്റ്സ് ഒന്നും മിസ് ചെയ്യാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ ഒരു ബിഗ് ബോസ് സീസൺ നമ്മൾ അടിച്ചുപൊളിയേക്കുക എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലും വല്ലാത്ത ഗെയിം അല്ലേ, വല്ലാത്തൊരു ഗെയിം. സംഭവം കിടക്കി കളിക്കട്ടെ, അങ്ങനെ തന്നെ കളിക്കട്ടെ. എന്നിട്ട് എല്ലാവരും എക്സ്പോസ്ഡ് ആവട്ടെ. അല്ലെങ്കിൽ നല്ല ഗെയിമറായിട്ട് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ വോട്ട് കൊടുക്കട്ടെ. അത്രമാത്രം എനിക്കതിൽ പറയാമല്ലോ കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ദയവ് ഇത് കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം, വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.